പുണ്യം ചൊരിയുന്ന രാമായണ മാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കണ്ണൂർ ഇരിട്ടി പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പല ദർശനത്തിൽ മലബാറിൽ ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തലമുറകളോളം പൊട്ടിത്തകർന്ന വിഗ്രഹം മാത്രമായി കിടന്ന ഇവിടത്തെ സാന്നിധ്യം ശത്രുഘ്ന സ്വാമിയാണെന്ന് മനസ്സിലായതും ക്ഷേത്രം പ്രസിദ്ധമായതും ഈ അടുത്ത കാലത്താണ്. ത്തിലുള്ള ശ്രീകോവിൽ പ്രത്യേകതയായുള്ള ക്ഷേത്രത്തിൽ സുദർശന ചക്രം അല്പമുയർത്തി യുദ്ധവിജയം നേടിയ രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അംശാവതാരമാണ് ശത്രുഘ്നൻ എന്നതിനാൽ ചക്രസമർപ്പണം വിശേഷ വഴിപാടാണ് ഇവിടെ. ചക്രസമർപ്പണം മലബാറിൽ നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഇത്. ശ്രീരാമക്ഷേത്രവും വാരത്തെ ഭരതക്ഷേത്രവും പെരിഞ്ചേരിയിലെ ലക്ഷ്മണക്ഷേത്രവും പിന്നിട്ട് പായം ശത്രുഘ്നനെ കൂടി കണ്ടാണ് വിശ്വാസികൾ നാലമ്പല ദർശനം പൂർത്തിയാക്കുക. ശത്രുഘ്ന സ്വാമിക്കൊപ്പം ഗണപതിയും വനശാസ്താവും ഭഗവതിയുമാണ് ഉപദേവതകൾ. തലമുറകളോളം ആരും അറിയാതെ കിടന്ന ക്ഷേത്രം 2019ഓടെയാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. പ്രധാന ചടങ്ങ് ഉദ്ദേശിക്കുന്നത് ചക്രസമർപ്പണം. ഭഗവാൻ ചക്രസമർപ്പണമാണ് പ്രധാന ചടങ്ങ്. അപ്പം അത് ഭക്തർ നേരിട്ട് സമർപ്പിക്കുന്നതാണ്. അവർ അതിൽ വഴിപാട് ചീട്ടാക്കി നേരിട്ട് സമർപ്പിക്കുന്നതാണ്. സ്വർണം, വെള്ളി, ചെമ്പ് ഈ 3 രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അത് ഭക്തർക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അവർ വാങ്ങി സമർപ്പിക്കുകയാണ്. വ്യാഴാഴ്ചകളിലെ താമരമാല സമർപ്പണം പ്രധാന വഴിപാടാണ്. പാൽപ്പായസവും ത്രിമധുരവുമാണ് വിശേഷ പ്രസാദങ്ങൾ. ഏത് സമയത്ത് എത്രയാളുകൾ എത്തിയാലും വിളമ്പുന്ന കഞ്ഞിയും പുഴുക്കും പായം ശത്രുഘ്ന ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ.